ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കേരളത്തിൽ മൂന്നാം തവണയും LDF അധികാരത്തിൽ വരുമെന്ന് CPIM സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. കേരളത്തിൽ കഴിഞ്ഞ 8 വർഷത്തെ LDF ഗവൺമെന്റ് കാഴ്ചവെച്ച നല്ല ഭരണത്തിന്റെ ഫലമായി 2026-ൽ ഇടതുമുന്നണി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പറഞ്ഞു. സംസ്ഥാന സമ്മേളന പതാക ജാഥയ്ക്ക് കാലടി അനന്തൻപിള്ള ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ നൽകിയ സ്വീകരണത്തിൽ നന്ദി പറഞ്ഞു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നാം തീയതി ചരിത്രമുറങ്ങുന്ന വെല്ലൂരിൽ നിന്നും CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് M. ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങളെ ഏൽപ്പിച്ച് പതാക ജാഥ എന്ന നിലയിൽ കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് കാലത്ത് എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചത്. ഈ ജാഥ നാളെ വൈകുന്നേരം കൊല്ലം പൊതുസമ്മേളന നഗരിയിൽ എത്തിച്ചേരും. ഇവിടെ നട്ടുച്ച സമയത്താണ് ഈ ജാഥ എത്തിച്ചേർന്നത്. സാധാരണ നിലയിൽ ഇത്തരം ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ അനുകൂലമായ ഒരു കാലാവസ്ഥയല്ല. എങ്കിലും ഈ തിളച്ചുമറിയുന്ന വേനൽ ചൂടിനെ ജ്വലിച്ചുയരുന്ന സമരാവേശം കൊണ്ട് കീഴ്പ്പെടുത്തിയ പ്രിയപ്പെട്ട സഖാക്കൾക്ക് നന്ദി പറയുക എന്നതാണ് ഈ ചടങ്ങിന്റെ ലക്ഷ്യം. അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. ഒരല്പം വൈകിയാണ് നമ്മുടെ ജാഥ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത സ്വീകരണ കേന്ദ്രമായ പെരുമ്പാവൂരിൽ വൈകാതെ തന്നെ ജാഥ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഇന്ന് എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിലാണ് സമാപിക്കുന്നത്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ നാടാകെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന CPIM സംസ്ഥാന സമ്മേളനം. CPIM സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത് പാർട്ടി അംഗങ്ങളെയോ അനുഭാവികളെയോ മാത്രം ബാധിക്കുന്ന, അവർ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ 8 വർഷം കേരളത്തിൽ LDF ഗവൺമെന്റ് വികസന കാര്യത്തിൽ വിപ്ലവകരമായ കാര്യങ്ങളാണ് നടപ്പിലാക്കിയത്. റോഡുകൾ, പാലങ്ങൾ, വിഴിഞ്ഞം തുറമുഖ പദ്ധതി, മെട്രോ ട്രെയിൻ, വാട്ടർ മെട്രോ അങ്ങനെ സകല മേഖലകളിലും വികസന കാഴ്ചപ്പാടുകൾ നടപ്പാക്കിയാണ് LDF സർക്കാർ കേരളത്തിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമതും കേരളത്തിൽ ഇടതുമുന്നണി തന്നെ ഭരിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ നാടാകെ ഏറെ പ്രതീക്ഷയോടെ CPIM സംസ്ഥാന സമ്മേളനത്തെ കാത്തിരിക്കുകയാണ്. അതിന്റെ ഒരു കാരണം ഈ സമ്മേളനത്തിൽ സംഘടനാ കാര്യങ്ങൾക്ക് പുറമെ നവകേരളത്തിന്റെ രൂപരേഖ എന്ന ഒരു പ്രത്യേക രേഖ കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ 8-9 കൊല്ലക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഈ കാലയളവിൽ ഏറ്റെടുത്ത് നടത്തിയ, യാഥാർത്ഥ്യമാക്കിയ വൻകിട വികസന പദ്ധതികളും അതുപോലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ അനുഭവേദ്യമായ ക്ഷേമ പ്രവർത്തനങ്ങളും രണ്ടും സമന്വയിപ്പിച്ചാണ് ഈ ഗവൺമെന്റ് മുൻപോട്ട് പോയത്. അതിൽ ദേശീയപാത വികസനം ഉൾപ്പെടെ ഗെയിൽ പൈപ്പ് ലൈനും, കൊച്ചി ഇടമൺ പവർ ഹൈവേയും, തീരദേശപാതയും, വാട്ടർ മെട്രോയും എല്ലാം ഉണ്ട്. അതോടൊപ്പം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസമായ ക്ഷേമ പെൻഷൻ, വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന ലൈഫ്, നമ്മുടെ സ്കൂളുകൾ മെച്ചപ്പെടുത്തിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം പദ്ധതി, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന്റെ ആകെ മതിപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അർഹമായിട്ടുണ്ട്. ഇപ്പോ നാടാകെ പ്രതീക്ഷിക്കുന്നുണ്ട്. പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് ചില വേളകളിൽ നമ്മുടെ വിമർശകരായി പോലും പ്രത്യക്ഷപ്പെടുന്നവരും ഉള്ളിന്റെ ഉള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്. സ്വീകരണ യോഗത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. തുളസി അധ്യക്ഷയായി. CPIM അങ്കമാലി, ആലുവ ഏരിയ കമ്മിറ്റികൾ ചേർന്നാണ് കാലടിയിൽ സ്വീകരണം നൽകിയത്. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽകുമാർ, ഏരിയ കമ്മിറ്റി അംഗം MT വർഗീസ്, PN അനിൽകുമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബേബി കാക്കശ്ശേരി, അഡ്വക്കേറ്റ് MV പ്രദീപ് എന്നിവർ സംസാരിച്ചു. ജാഥ മാനേജർ വത്സൻ പാനോളി, ജാഥ അംഗം K. അനുശ്രീ, ജില്ലാ സെക്രട്ടറി CN മോഹനൻ, ജോൺ ഫെർണാണ്ടസ്, ഏരിയ സെക്രട്ടറി KP രജീഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് KK ഷിബു, CK സലീംകുമാർ, അഡ്വക്കേറ്റ് V. സലീം, AP ഉദയകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാലടി.